ഹലോ. ഹലോ. നിങ്ങളുടെ പേര് മൻസൂർ മണ്ണാർക്കാടാണോ? അതെ. ഓക്കെ, ഞാൻ നിങ്ങളെ വീഡിയോ കാണാറുണ്ടായിരുന്നു, അതുകൊണ്ട് വിളിച്ചേ. ആ, ഓക്കെ. നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്ന ആളാണ്? ഞാൻ ഇസ്ലാം. ഓക്കെ, ഇസ്ലാമിലെ സെക്ട് ഉണ്ടല്ലോ, ഡിനോമിനേഷൻ. എങ്ങനെ 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 ഡിനോമിനേഷൻസ് ഉണ്ടല്ലോ പല സെക്ടുകളെ. ഖുർആനും സുന്നത്തും ഇജ്മാവും ഖിയാസും അനുസരിച്ച് ഇസ്ലാം എന്നുള്ള അത് ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ നോൺ ആസ് എന്ന് പറയില്ല, കേരളത്തിൽ പറയില്ല. ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ ആശയത്തെ പിന്തുടരുമ്പോൾ ഞാൻ സെലഫിയായിട്ട് അറിയപ്പെടുന്നു. നിങ്ങളല്ല, നിങ്ങൾ സ്വയം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മുസ്തഫ. മുസ്തഫ സാഹിബേ, എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരമില്ല. ഞാനൊരു മുസ്ലിം. ഞാൻ പറയില്ല. അഹങ്കാരം അഹങ്കാരാണെന്ന് പറയാം. അത് പറയുന്നതുകൊണ്ട് അഹങ്കാരാവുമോ? അല്ലേ ഞാൻ ഇന്നൊരു സംഭവത്തിന്റെ ആളാണ് എന്ന് പറയാം. അങ്ങനത്തെ തരത്തിലുള്ളൊരു സംഭവം എനിക്കില്ല. ഞാൻ മുസ്ലിം ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് ഞാൻ നമ്മുടെ വിശാലാടിസ്ഥാനത്തിൽ ഞാനും മുസ്ലിം തന്നെയാണ്. വിശാലാപ്തത്തിൽ. ഓക്കെ. അതേസമയം ഇപ്പോ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ കേരളത്തിൽ കുറെ സംഘടനകളുണ്ടല്ലോ. ഇപ്പൊ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി, കാന്തപുരം സുന്നി, EK സുന്നി, ഇനി വേണമെങ്കിൽ തബ്ലീഗ് ജമാഅത്ത്, അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക വരില്ല. അത് റോമൻ കത്തോലിക്കൽ ഇസ്ലാമിൽ വരില്ലല്ലോ. ഇസ്ലാം എന്നല്ല, സംഘടന എന്ന് പറഞ്ഞിട്ട് സംഘം രജിസ്റ്റർ ചെയ്യുന്ന കേരള സർക്കാരിന്റെ സംഘ രജിസ്ട്രേഷൻ. മുസ്തഫ സാഹിബേ, ഇസ്ലാമിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4-3 ആൾക്ക് കൂടിയിട്ട് ഒരു സംഘം രജിസ്റ്റർ ചെയ്യാം. അതിനൊരു പേരൂടാ. അതെ. അതിന് മുജാഹിദെന്നോ സുന്നിന്നോ അല്ല. ഇപ്പൊ നമ്മൾ ഷെയ്ഖിനെ ഫോളോ, ഒരു ഷെയ്ഖ് മീൻസ് ഒരു ഇമാമിനെ ഫോളോ ചെയ്യുമ്പോ നമുക്ക് ആ ആശയത്തോടാണ് എനിക്ക് പ്രതിബദ്ധത ഉള്ളതെന്ന് പറയില്ലേ? അതാണ് ചോദിക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഖുർആനും സുന്നത്തും. ഷെയ്ഖ് മുഹമ്മദ് നബിയും ഇമാമ് പരിശുദ്ധ ഖുർആനുമാണ്. ഓക്കെ, അത് ശരിയാണോ? അത് എന്റെ തന്നെ സാഹിബ്, എല്ലായിടത്തും അത് തന്നെയാണ്. എന്നിട്ട് വെറുതെ സംഘടന ഉണ്ടാക്കി കളിക്കാണ് ഇവരെ. സംഘടന എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. സംഘടന നമുക്ക് വേണമെങ്കിൽ പല SSF, SYS എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ ഡിഫറൻറ്റ് സംഘടനകളുണ്ട്. സുന്നി മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് ഡിഫറൻറ്റ് സംഘടനകളുണ്ട്. മുജാഹിദിലാണെങ്കിൽ KNM ഉണ്ട്, മർക്കസുദ്ദാവ് ഉണ്ട്, മറ്റേ വേറെ ഗ്രൂപ്പ് പോയില്ലല്ലോ അവിടെ നിന്ന്. ഓക്കെ, നമ്മുടെ ഫൈസൽ മൗലവി ടീമിന്റെ ഒരു വിശ്വം ഗ്രൂപ്പാണ്. അങ്ങനെ ഗ്രൂപ്പ്. ഞാൻ പറയട്ടെ മുസ്തഫ സാഹിബേ, നിങ്ങൾ ഒരു അഭ്യുദയകാംക്ഷി, ഒരു നസീഹത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അള്ളാഹുവിന്റെ ഹബിലിൽ മുറുകെ പിടിക്ക് എന്നാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. ശരിയാ. പക്ഷെ ഞാൻ പറയുന്നത് ഈ സംഘടനകളെ ആ ഗണത്തിൽ വരില്ലല്ലോ. ആത്യന്തികമായി നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല, നമ്മുടെ ഐഡിയോളജി അടിസ്ഥാനമാക്കിയിട്ടല്ല വിഭജനം വരിക. നമ്മളെ ഐഡിയോളജി എന്താ? നബി പറഞ്ഞ് 73 വിഭാഗത്തിൽ 72 പേശാന്ന് പറയുമ്പോ നമുക്ക് അതൊന്നല്ല. ഈ കേരളത്തിലുള്ള 4-3-7 സംഘടനകളൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുസ്തഫ സാഹിബേ, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഐഡിയോളജി എന്താ നിങ്ങൾ പറയും? ഉദാഹരണമായിട്ട് പറഞ്ഞാല് ഇപ്പോ ഒരു സൂഫി പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലോബലി നമ്മൾ സുന്നി ഷിയ എന്ന് പറയുമ്പോൾ തന്നെയും കേരളത്തിലെ സലഫി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ എല്ലാ വിഭാഗവും, ഇവൻ തബ്ലീഗ് ജമാഅത്ത് വരെ സൂഫി അഫേഴ്സിലാണ് കോപ്പിലാണ് വരിക, അറിയാലോ. അതേസമയം ഈ കേരളത്തിലെ സുന്നി എന്നറിയപ്പെടുന്നത് ഈ വ്യാപി സുന്നി, EK സുന്നി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ആളുകള് അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാം. അതാണ് ഞാൻ ചോദിച്ചത്. എത്ര വരുന്നുണ്ട്? മുസ്ലിമേ, എന്താണ് ഇസ്ലാം എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഐഡിയോളജി എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തില് ഇപ്പൊ കണ്ടുവരുന്ന ഈ പ്രതിഭാസങ്ങളെല്ലാം ഞാൻ ഈ ഒരു സംസാരത്തില് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് മുസ്ലിം എന്ന നിലക്ക്, ഇസ്ലാം എന്ന നിലക്ക് എന്താണ് നമ്മുടെ ഐഡിയോളജി? അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മുജാഹിദ് വിഭാഗത്തിന്റെ പൽമനാർ, സച്ചതീൽ തുടങ്ങിയിട്ടുള്ള പഴയ ഈ മാസികകളും വീക്കിലികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
മക്ക മസ്ജിദിനേക്കാൾ വലിയ കാസർഗോഡാണെന്ന് പറയുമ്പോ അത് വലിയ അപകടമല്ലേ? അതേസമയം അത് വലിയ അപകടമല്ലേ? ഒരു മതത്തിൽ നിന്ന് പുറത്താക്കി കളയുമ്പോ. സാഹിബേ, നിങ്ങൾ ഇപ്പോഴും ഞാൻ ഇടപെട്ടതിൽ ക്ഷമിക്കണം, നിങ്ങൾ ഇപ്പോഴും ഇവിടെ സുന്നി മുജാഹിദ്, സമസ്ത മുജാഹിദ്, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ആഗോള അടിസ്ഥാനത്തിലാണ്. ഈ ഇട്ടാവട്ടമായ കേരളം അല്ല, ആഗോള അടിസ്ഥാനത്തിലാണ്. പറയട്ടെ എന്താണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന ആ ഒരു വിഭാഗത്തിന്റെ ഐഡിയോളജി? ഇവിടുത്തെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒന്നും എന്റെ അടുത്ത് പറയണ്ട. കാരണം ഞാൻ മുജാഹിദിന്റെ ചില മൗലവിമാരുടെയൊക്കെ വീഡിയോകൾ ഞാൻ സപ്പോർട്ടായിട്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ അത് ശരിയാണോ? അതേസമയം അതിൽ നടന്ന വലിയ പൊട്ടിത്തെറികള് നിങ്ങൾക്കറിയാലോ. ഇപ്പൊ മുജാഹിദ് വിഭാഗത്തിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നിട്ടുണ്ട്. ജിന്നിനെ എന്റെ പൊന്നു നിങ്ങളടുത്ത് വീണ്ടും പറഞ്ഞു, ഒരു മുജാഹിദ് പ്രസ്ഥാനത്തെയും സംഘടനാ തലത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാന്. അതെ. പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചത്, അത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും പിന്നെ സമസ്തക്കാരും ഒന്നും അല്ല. അറിയാമെങ്കിൽ താങ്കൾ പറയൂ, എന്താണ് മുസ്ലിം? അതെ, നമുക്ക് ഒരു ഇമാമിനെ ഫോളോ ചെയ്യാൻ തോന്നും. ആരെ പറഞ്ഞ അങ്ങനെ? ഒരു ഇമാമിനെ ഫോളോ ചെയ്യണം എന്നുള്ളത് ആരാണ് പറഞ്ഞത്? നിർവാജിമാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇഷ്ടം അനിഷ്ടം ഉണ്ടാവില്ലോ. ഇഷ്ടമൊന്നുമല്ല ഇസ്ലാം. അതല്ല, പുറത്ത് പോകാതെ തന്നെയും പുറത്ത് പോകാതെ തന്നെയും സാഹിബേ മാ കാലല്ല വമാ കാല റസൂലുള്ള. എന്തല്ല പറഞ്ഞു, എന്താണ് അള്ളാഹ് റസൂല് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇവിടെ ഇമാമിനെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് പല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായം കാണാൻ കഴിയും. എനിക്ക് ഒരു 60-70 ഉള്ളിൽ ഭിന്നാഭിപ്രായം ഈ ഷാഫി മദ്ഹബും അതേപോലെ തന്നെ ഹനഫി ഇമാമിന്റെ മദ്ഹബുമായിട്ട് എനിക്കൊരു 70-അടുത്ത് 60-നും 70-നും ഇടയില് അന്തരങ്ങൾ കാണിച്ചു തരാൻ കഴിയും. ഇനി ഈ 4 മദ്ഹബും തന്നെ ഒരു വിഷയത്തിൽ 4 അഭിപ്രായം പറഞ്ഞൊരു കാര്യവും കാണിച്ചു തരാൻ കഴിയും. അത് നായ എന്നല്ല, നായ നമ്മുടെ നാട്ടിലുള്ള നായ ഉണ്ടല്ലോ, ആ വിഷയത്തില് 4 അഭിപ്രായം ഇവര് ഭിന്നാഭിപ്രായമായിട്ട് കാണിക്കാൻ കഴിയും. ഈ അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വാസ്മൻതു അലൈക്കും നിഅമതി വറളിയതു ലക്കും ഇസ്ലാമ ദീന എന്നുള്ളൊരു ആയത്തുണ്ട്. അവസാനത്തെ ആയത്ത് സത്യത്തിൽ അതല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ടും ആയത്തിറങ്ങിയിട്ടുണ്ട്. നിയമ കാര്യങ്ങള് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരായത്താണത്. ഓക്കെ, അതിനുശേഷം ഈ മതത്തിലേക്ക് ഒന്നും കടന്നു വരാനില്ല. എങ്ങനെ? അത് ആയത്തില്ലല്ലോ. ഏത്? ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്ന നബിയുടെ പ്രസംഗല്ലേ? അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. അത് ആയത്താണ്. അല്ല അങ്ങനെ സമ്മതിക്കല്ലേ, അത് ഖുർആനിലെ ഒരു ആയത്താണ്. നമ്മള് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഒരു പക്ഷെ യൂട്യൂബിൽ വരികയാണെങ്കിൽ അവർക്ക് ആ ആയത്ത് ഏത് സൂറത്തില് എത്രാമത്തെ ആയത്ത് അപ്പോ ഞാൻ മുസ്തഫ സാഹിബിനോട് പറയുന്നത്, അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഈ മതം പൂർത്തിയാക്കിക്കൊണ്ട് സംതൃപ്തപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ മതത്തില് പുതിയ ഭയങ്കരമായിട്ട് പുണ്യല്ല കൂലി കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ആരൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ആയത്ത് അടിസ്ഥാനമാക്കി സാഹിബൻ പറഞ്ഞോളി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ചത് നമ്മള് പല മദ്രസകളിൽ നിന്നൊക്കെയല്ലേ പഠിക്കുന്നത്. ഇത് സ്വയം പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നില്ല കേട്ടോ. അത് എന്റെ പെർമിഷൻ ഇല്ല. നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന മാന്യമായ ചോദ്യം എന്നോട് ചോദിക്കണം. നിങ്ങൾ യൂട്യൂബിൽ ഞാൻ നിങ്ങളുടെ ആശയാടിസ്ഥാനത്തിൽ ചെറിയ സംസാരം, നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ക്ലിയർ ആവാന്നുള്ള രീതിയിലാണ്. സാഹിബേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഫോണിലേക്ക് വരുന്ന കോളുകള്
എന്റെ ചാനലുകളിൽ നിങ്ങൾ പ്രശ്നമില്ല, അതൊരു ജെന്റിൽമാൻ അപ്രോച്ച്. അല്ല, താങ്കളുടെ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതല്ല അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് സാറേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങളെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ബുള്ളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ തന്നെയും ഇടാം, പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് എന്നോടൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ ഇത് എടുത്തെന്ന് ചോദിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഒരു ജെന്റിൽമാൻ. അങ്ങനെയൊന്നും ഈ വിഷയത്തിൽ എല്ലാം കണ്ടന്റ് ശരിയല്ല. എല്ലാം കണ്ടന്റ് ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നു താങ്കൾക്ക് സംസാരം അവസാനിപ്പിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ട ബാധ്യത ഇല്ല, ലെബിലിറ്റി ഇല്ല, ലീഗലി ഇല്ല. ഞാൻ ജെന്റിൽമാൻ അപ്രോച്ചില്ല. ഇപ്പൊ ഇവിടെ ഈ രവിചന്ദ്രൻ മുതൽ ഇവനൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വളരെ അമാന്യമായ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, വളരെ മോശമായിട്ട് ഇസ്ലാമിനെ ചെയ്യുന്ന ആളുകൾ. അവര് ചെയ്യുന്ന പരിപാടി നമ്മളെ ഈ മതത്തിലുള്ള ആളുകള്, നമ്മളൊക്കെ ചെറിയ ശാഖാപരമായ വ്യത്യാസങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്, മനസ്സിലായില്ലേ? അതൊന്നും എന്നോട് പറയേണ്ടതില്ല. അവർ ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായ ആളുകളാണ്. ഞാനിവിടെ ഞാൻ പറയുന്ന അവർ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും. അതൊക്കെ താങ്കൾക്ക് പറയാം. എന്നാൽ ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ട് ഞാൻ ഇന്നേ വരെ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാണ്ട് ചോദിച്ചോ? ഇല്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചാണ് താങ്കൾ ഏത് പിന്തുടരുന്നത്, ആരെയാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങളുടെ ആശയ അടിസ്ഥാനത്തിൽ നിങ്ങളെ ആരായിട്ട് എനിക്ക് ഡിറ്റർമിൻ ചെയ്യാൻ നിർണ്ണയിക്കാം എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്, മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ അങ്ങനെ അമാന്യമായൊരു വേർഡ് ഉപയോഗിക്കുകയോ നിങ്ങളെ മോശമായി നിങ്ങളെ പ്രചോദനം ചെയ്യുകയോ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? ചെയ്തിട്ടില്ല. ഇവനെന്താ ചെയ്യാ? ആരിഫ് ഹുസൈന് ആളെ അങ്ങ് പ്രൊവോക്ക് ചെയ്യും. പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ കയറി വന്നു പോകും. അത് ഉപയോഗിച്ചിട്ട് അവന് ചാനലിൽ അറിയിച്ചിട്ടുണ്ട്, അറിയാലോ. അവന് പോയാ മറ്റത് ഇവനിപ്പോ ഇന്ന് അടിമഭോഗിയെ തുടങ്ങിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള, ഒരിക്കലും സഭ്യമായ ഒരു എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. അത് എന്തുകൊണ്ട് യൂട്യൂബ് അവനെ നിലനിർത്തുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ കുറെ ആളുകളുണ്ട്, ഇത്തിരി മാന്യമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം രവിചന്ദ്രൻ ബെറ്റർ ആണെന്ന് ഞാൻ കരുതുക. നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തിൽ ഞാനൊരു ക്ലാരിറ്റി എടുത്തേ. ഈ ആരിഫ് ഹുസൈൻ അല്ലെങ്കിൽ ലിയാഖത്ത് അലി, പിന്നെ ജബ്ബാർ ഇവരൊക്കെ ഇസ്ലാം വിരോധികളാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നേ വരെ പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ് ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. ഞാൻ അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വന്നതല്ല സാറേ. അല്ല അങ്ങനെ പെടുത്തരുത്. വളരെ സൗഹൃദപരമായ സംസാരവും ആരോഗ്യപരമായ ഡിസ്കഷനും ഡിബാറ്റൊക്കെ വരും, ഡയലോഗ്സ് ഒക്കെ വരും. അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. എല്ലാവരെയും വിളിക്കുന്നവരെല്ലാവരും ശത്രുക്കളത്തിൽ പെടുത്തിയിട്ട് എന്നെ ചിത്രബോധം ചെയ്യാൻ വന്നവനാണ് നീ എന്ന് കരുതിക്കൊണ്ട് ആക്രമിക്കല്ല വേണ്ടത്. അതപ്പോ നീ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞോ നിങ്ങൾ മുർത്തദ്ദാണ്, മുനാഫിക്കാണ്, കാഫിറാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചു, സൗഹൃദപരമായ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. നിങ്ങൾ ഏത് ആശയാടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ആ ചോദ്യത്തിന് വ്യക്തമായിട്ട് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ഇസ്ലാമാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു ആരോഗ്യപരമായ ഒരു ചർച്ചയ്ക്ക് ഒരു സ്പേസും ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. വിളിക്കുന്നവരൊക്കെ ഒരിക്കലും അല്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്തോ? നിങ്ങളെ മറ്റൊരു കാര്യം താങ്കൾക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ മനസ്സിലായില്ല. ഞാൻ അങ്ങനെ പറയാൻ വെമ്പി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ എന്റെ താല്പര്യമില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. ഞാൻ സുന്നികളായിട്ടാണെങ്കിലും എന്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി എന്ന് താങ്കൾ പറയുന്ന ആരെയാണ്? ഞാൻ കേരളത്തിലെ കാര്യം പറയുന്നത്. കേരളത്തിലായിക്കോട്ടെ. സുന്നികൾ എന്ന് പറഞ്ഞാൽ ആരെയാണ്?
കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഓർഗനൈസേഷൻസിന്റെ ബേസിസിൽ നമുക്ക് അങ്ങനെ പറയണ്ട, താമസക്കാരി എന്ന് പറഞ്ഞാൽ മതി. അത് താമസക്കാര് അത്രേ ഉള്ളൂ. പറയും സമസ്തക്കാരെന്ന് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് ഇങ്ങനെയും പറയാമല്ലോ. ഇവര് സുന്നികൾ എന്ന് പറഞ്ഞാല് സുന്നി എന്നുള്ളത് ആ വാക്ക് റസൂലുള്ളാഹിന്റെ കാലത്തില്ല എങ്കിൽ പോലും സുന്നി എന്ന് പറയുന്ന സുന്നി ഷിയ, ഈ സുന്നി എന്ന വാക്ക് എന്താണ് അടിസ്ഥാനമാക്കുന്നത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാ? നബിയുടെ ചര്യയും ഖുർആനും നബിയുടെ ചര്യയും. ആ ഖുർആനും നബിചര്യയും ആണെങ്കിൽ ഈ നബിദിനം നബിചര്യയാണോ? എനിക്ക് തർക്കമുള്ള വിഷയം അങ്ങനെയല്ല. ദയവ് ചെയ്തിട്ട് മുസ്തഫ സാഹിബെ, ഞാൻ ചോദിക്കുന്നതിന് ദയവ് ചെയ്തിട്ട് 1-2 മറുപടികൾ പറയണം. എന്തുകൊണ്ടെന്നറിയോ? ഒരു മിനിറ്റ് പറയട്ടെ. അവര് സുന്നികളാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്താണ് സുന്നി എന്ന് ചോദിച്ചപ്പോ അഹ്ലു സുന്ന വൽ ജമാ എന്ന് പറഞ്ഞു. പറയട്ടെ പ്ലീസ്, ദയവായിട്ട് ഇത് ക്ഷമിക്കോ. ഈ അഹ്ലു സുന്ന വൽ ജമാ എന്ന് പറയുന്നത് ഫിർഖത്തു നാജിയ ആണ് സത്യത്തിൽ. ഈ ഫിർഖത്തു നാജിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞ അതിന്റെ വിശദീകരണമാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇസ്ലാമികപരമായിട്ട് നല്ല ഡീപ്ലി നോളജ് ഉണ്ടാവാം. എനിക്ക് അങ്ങനെ അത്ര വലിയ നോളജ് ഒന്നുമില്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന ടെർമിനോളജി ഒന്നും എനിക്ക് എത്രത്തോളം മനസ്സിലാക്കിക്കൊള്ളാൻ നിർബന്ധമില്ല. ഞാൻ പൊതുവായ ഒരു കോമൺ സെൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? അത്ര മതിയെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ടൈപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന സാധ്യമാക്കിനെ പോലെ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ ഒരു വീക്ഷണം, ഞാൻ ലിറ്ററേച്ചറാണ് കൂടുതൽ വായിക്കാറ്, മതഗ്രന്ഥങ്ങളെയൊക്കെ വായിക്കാറ് ലിറ്ററേച്ചറാണ്. നിങ്ങൾ ഇന്ന ഒരു തരം ഒരു സുന്നി പറയാം കാന്തഭക്തൻ ആ രീതിയിൽ ഈ കെ സുന്നി അങ്ങ് ഇപ്പൊ പണക്കാട്ട സംഘന്മാർ ജിഷിതങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഇനിയും കിടക്കുന്നുണ്ട്. എന്നെ നിങ്ങളിപ്പോ ജമാഅത്തിലെ മൗദൂദിന്റെ ആശയം ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ ഞാൻ ഏതാണെന്ന് ഇത്രയും സംസ്ഥാനത്തിനുള്ള തിരിച്ചറിഞ്ഞോ? അതിന്റെ ചോദ്യം തിരിച്ചറിഞ്ഞോ? ഞാൻ എന്റെ ഈ സംസ്ഥാനത്തിനിടയിൽ ഞാൻ ഏതാണെന്ന് നിങ്ങൾ ഏത് ഗ്രൂപ്പിലെ ഓൺ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ എന്നാണ് എന്റെ ചോദ്യം. ഹലോ കേൾക്കാം, താങ്കൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കാം. ഏത് വിഭാഗത്തെ അറിയാത്തോളം കാലം നിങ്ങളെ പറയുന്ന എല്ലാത്തിനും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല, മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ പറയും വിശാലാടിസ്ഥാനത്തിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇതാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നെ അങ്ങനെ കണ്ടുകൂടെ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങളെ ശുദ്ധിയാക്കാനെന്ന് ചോദിക്കുന്നത്. ഹലോ എന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി വയലു പറയാനല്ലേ? പറഞ്ഞോ. അല്ലല്ലോ, നിങ്ങൾ ശബ്ദനായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയാൻ എന്നെ നിങ്ങൾ സമ്മതിക്കുമോ? യെസ്, പറയോ. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ കേരളത്തിലുള്ള സംസ്ഥാനക്കാരൊക്കെ സുന്നികളാണെന്ന് പറഞ്ഞു. അതല്ലാന്ന് അത് ആണെന്നും താങ്കൾ പ്രൂവ് ചെയ്യണം, അല്ലാന്ന് ഞാനത് തെളിയിച്ചു തരാം. സമ്മതാണോ? പറയൂ. നിങ്ങൾ പറഞ്ഞത് അഹ്ലു സുന്ന അതാണ് സുന്നികള് എന്നാ പറഞ്ഞത്, ആണോ? ഞാനതല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? സുന്നികള് സമസ്തക്കാരെ സുന്നികള് പറയാൻ എന്താ? മാധ്യമങ്ങളടക്കം ഇവിടുത്തെ പത്രമാധ്യമങ്ങളൊന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും നിങ്ങൾ സ്വയം നിങ്ങൾ മുജാഹിദാണെങ്കിൽ അവരെ സെനസകളെന്നും വഹാബികളെന്നും മുജാഹിദുകളെന്നും ജമാഅത്ത് ഇസ്ലാമികളെ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടാവാം നിങ്ങൾ സുന്നികളാണെന്ന്. ഞാൻ പറഞ്ഞില്ല, ഗ്ലോബലി അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. സുന്നി ചെയ്യാന്നുള്ള റിഫക്റ്റാണുള്ളത്. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കല്ലേ. ഞാൻ 1ാം ക്ലാസ്സിലൊന്നല്ല ഇരിക്കുന്നത്. പിന്നെ കേരളത്തില് സുന്നി സമ്മേളനം മനോരമയ്ക്ക് വരുന്നു. ആ ഒരു സെൻസിലാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ഡെപ്തിൽ ഇറങ്ങി പോയിട്ട് ബുഖാരി മുസ്ലിമും അല്ലെങ്കിൽ ഇമാം തിർമിദിയൊക്കെ പഠിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെ പബ്ലിക്കിന് ഒരു സാധാരണ മുസ്ലിമിന് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെയാണ് എംഫസൈസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പറയൂ. എല്ലാത്തിനും തർക്കിക്കാൻ പോകരുത്. തർക്കമുള്ള വിഷയങ്ങൾ തർക്കിക്കാൻ മാത്രം, അത്രേ പറ്റുള്ളൂ. ഇതായിട്ട് അവിടെ സാധ്യമാവും. എന്തായില്ലേ? ഹലോ, പറയൂ. നിശബ്ദനാവേണ്ട ആവശ്യമില്ല. ഞാൻ നിശബ്ദനൊന്നല്ല. നിങ്ങൾ ഈ വിളിച്ച സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്റെ ചെറിയ മോനെ ആശുപത്രി
ഞാനൊന്ന് പറയട്ടെ സഹോദരാ, നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ പ്ലീസ്. പറയൂ പറയൂ പറയൂ. പക്ഷെ എന്ത് 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 നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി നമ്മൾ നൗഫലിന്റെ പുതിയ ഹോട്ടലിൽ നിന്നുള്ള ഫുഡാണ്. ഓക്കെ പറഞ്ഞോളൂ, നിങ്ങൾ പറ. ഞാൻ പറയാത്ത എന്റെ വല്ല അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ആശയം പറയാം, എനിക്ക് എന്റെ ആശയം പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ എല്ലാവർക്കും നൽകുന്നുണ്ട് ആസ് എ ഇന്ത്യൻ സിറ്റിസൺ. മനസ്സിലായില്ലേ? ഞാൻ പറയാത്തത് എന്റെ പേര് അടിച്ചേൽപ്പിക്കുന്നത്. പിന്നെ ഇന്ന് ഭൂമിയിലേക്ക് പറഞ്ഞവരെ പോലെ കേരളത്തിൽ സുന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ പോസ്റ്റാണ്. അതും കൂടി പറഞ്ഞേക്കാം. പറയൂ. അങ്ങനെ റാഡിക്കലായ ഒരു ചർച്ചയ്ക്കല്ല ഞാൻ പോകുന്നത്. അതിന് ഇത്തിരി വിവരമുള്ള പണ്ഡിതന്മാർ ഇറങ്ങിയോളൂ. ഞാൻ ഒരു കോമൺ മാന്റെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? പറയൂ. എന്ത് പറയൂ? ഞാൻ പറയുമ്പോ അതിന്റെ ഇടയിൽ കടന്നിട്ട് കൂടി എനിക്കറിയത്തില്ല. നിങ്ങൾ നിശബ്ദനാകുമ്പോ ഞാൻ കരുതുന്നത് ബിരിയാണി, നല്ല ബീഫ് റോസ്റ്റ് പറഞ്ഞോ. ഒന്നുമില്ല, പറഞ്ഞോ. ഞാനത് കഴിക്കട്ടെ. അതിനല്ല ഞാൻ വിളിച്ചിട്ടുള്ളത്. ഞാൻ പറയുമ്പോ മിണ്ടാതിരിക്ക് മനുഷ്യ. ഓക്കെ ഞാൻ മിണ്ടാതിരിക്ക്. ഒരു മിനിറ്റ് ഭക്ഷണം കഴിക്കാൻ ആക്കൂല. ഭക്ഷണം കഴിച്ചോ പറഞ്ഞോ. ഒരു മണിക്കൂർ വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കും. ഞാൻ പറയുമ്പോ മിണ്ടരുത്. പലക്കട മൂടാണ് പറഞ്ഞോ. ഇതൊക്കെ യൂട്യൂബിൽ വരും. പറഞ്ഞോ. വേറെ വർത്താനല്ല പറഞ്ഞോ. ഒന്ന് പറ ചങ്ങായിയെ. നിങ്ങൾക്കൊന്ന് മാനസികമുണ്ടോ? യൂട്യൂബിലൊക്കെ വരുന്ന പേടിപ്പിക്കുന്നത്. യൂട്യൂബിലെന്താ ഞാനെന്തെങ്കിലും പറഞ്ഞോ? ഇനി ഇന്ത്യൻ ഭരണഘടനക്കെതിരെ പറഞ്ഞോ, അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യുലറിസത്തിനെതിരെ പറഞ്ഞോ, ഇവർ പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞോ, ഇവൻ തന്നെ തന്നെ പറഞ്ഞോ? യൂട്യൂബിൽ വരുന്ന ട്രക്ക് പോലെ പേടിപ്പിക്കുന്നത് യൂട്യൂബ് ചാനൽ പറഞ്ഞ കാശ് ഇത് പറയുന്നത് അറിയോ? മാന്യത എന്താണെന്ന് തനിക്കറിയാത്തോണ്ട് പറയാ. ഇത് എന്റെ ഫോൺ. എടാ ചെങ്ങായി, ഒരു മനുഷ്യന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആ മനുഷ്യനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാളെ പറയുന്നത് കേൾക്കുവാനുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെങ്ങായി ഞാൻ പറയുന്നത് കേൾക്കില്ലേ? സംശയം ചോദിക്കാൻ വിളിക്കും. യൂട്യൂബിലാണ് തുടങ്ങിയിട്ട് ആരും വിളിക്കാൻ പാടില്ല. വിളിച്ചവരൊക്കെ ശത്രുക്കളുടെ പെടുത്തുന്നത് താൻ പറയുന്നുണ്ടെങ്കിൽ അതാണ് വീട്ടിൽ വെച്ചാൽ മതി. സ്വന്തം പ്രൈവറ്റുള്ള ആൾ കാണിച്ചു കൊടുക്കുക. പബ്ലിക്കിന് കാണിക്കുന്ന യൂട്യൂബ് ചാനലാണ് താൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സംശയങ്ങൾ ചോദിക്കും. ആളാണെങ്കിൽ തുടങ്ങിയാൽ മതിയോ? യൂട്യൂബിലിട്ടോ. എന്റെ വീട്ടിലാണോ കൊടുന്നു വെക്കണ്ടേ? എനിക്ക് എന്റെ വീട്ടിൽ കൊടുന്ന് വെക്കാനുള്ള അല്ല എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ടോടാ? ഇജ്ജ് വീട്ടിൽ വെച്ചാ മതി എന്നല്ലേ പറഞ്ഞേ? എന്റെ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളത് അല്ല അതിന് മാത്രം നോക്കാൻ തുടരുന്നുണ്ടോ? അല്ല എനിക്ക് വെക്കാനുള്ള നോക്കാൻ തുടരുന്നുണ്ടോ? ആരിഫ് ഹുസൈന് പറയട്ടെ എനിക്ക് വെക്കാനുള്ളത് എന്റെ വീട്ടിലുണ്ടോ? എനിക്ക് വെക്കാനുള്ളത് തന്റെ വീട്ടിലുണ്ടോ? പറയാൻ അറിയത്തില്ലെങ്കിൽ ഡിസ്കഷൻ ഡിബേറ്റ് നടത്താൻ കഴിയത്തില്ലെങ്കിൽ തന്റെ പരിമിതിയാണ്. ഞാന് ഇതില് വേറൊരു സംഭവം ഉണ്ട്. ഓക്കെ.